മണി ഫ്രം നേപ്പാൾ സീരീസിൻ്റെ എത്രാമത്തെ എപ്പിസോഡ് എന്നൊരു പിടുത്തില്ല. എത്രാമത്തെ എപ്പിസോഡായാലും ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടില്ലാന്ന്. പൂരിയും സബ്ജിയും ഞാൻ കേരളത്തിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെ ആഗ്രഹം വെച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ കിട്ടിയാൽ മതി എന്നിട്ട് മെയിനാക്കി ദം ബിരിയാണിയും ദോശ ഇഡ്ഡലി ആ ഒരു ടൈപ്പ് ഫുഡിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടിരിക്കുന്ന സമയത്ത് ഇവരുണ്ട് പറഞ്ഞു പൂരി സബ്ജി ഉണ്ട് പറഞ്ഞു. ഏകദേശം എന്താ പറയുക നമ്മളെ ആ ഒരു ടൈപ്പ് പൂരി സബ്ജി അല്ല, എന്നിരുന്നാലും എന്താ പറയുക ഒപ്പിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് കിട്ടിയതിൽ തന്നെ എന്തൊരു സന്തോഷം. ഇപ്പോൾ പൂരിയും സബ്ജിയും ചായയും ചൂടുവെള്ളത്തിന് 40, ചായക്ക് 150 100 മറ്റും. പൂരിയും സബ്ജിക്ക് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:15 അടുത്തായി. പെട്ടെന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറിന് ശേഷം പാക്കാക്കിയിട്ട് ഇവിടുന്ന് വിടാനാണ് പ്ലാന്. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം കാണാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:30 കേട്ടോ. ഞാൻ ഡ്രസ്സും കാര്യമൊന്നും മാറ്റിയില്ല, വെറും ചെരുപ്പ് മാത്രം മാറ്റിയിട്ട് ഷൂ ബാഗിനുള്ളിൽ വെച്ച്. കാലിൻ്റെ വേദന അതേപോലെ തന്നെ ഉണ്ടായിന്. ഇപ്പം നല്ലപോലെ പനി പിടിച്ച് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. അതാണ് ഞാൻ ഡ്രസ്സൊന്നും മാറ്റാതെ അതേപോലെ ഇറങ്ങുന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്രോപ്പർട്ടി കാണിച്ചു തരാമെന്ന്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, അവിടെ കുറച്ച് തീ കായാനുള്ള സെറ്റപ്പ് ഇട്ടിട്ട് കുറച്ച് ഫാമിലി ഇരുന്നിട്ടുണ്ടായിന്. ഞാൻ ഈ ഹീറ്റർ ഓൺ ആക്കിയിട്ട് ഇവിടെ ഇരുന്ന്. അത്യാവശ്യം വളരെ പഴയൊരു പ്രോപ്പർട്ടി തോന്നട്ടോ. എന്നിരുന്നാലും നല്ലൊരു വൈബുണ്ട്. ഞാനിപ്പോൾ എന്താക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ ഒന്ന് പൈസ പേയ്മെൻറ്റ് ചെയ്തിട്ട് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുന്നത്. ബസ് 11 മണിക്കാണ്. ഇനി അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിൽ ഒരു 15 മിനിറ്റ് to 20 മിനിറ്റ് അവിടേക്ക് നടക്കാൻ എടുക്കുന്നു പറഞ്ഞു. അതിൽ ഇവിടെ പൈസ കൊടുത്തിട്ട് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുന്ന കേട്ടോ. ഇതാട്ടോ ഞാൻ ഇന്നലെ നിന്ന പ്രോപ്പർട്ടി, ഹോട്ടൽ ലാലി ഗുരാഷി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി കേട്ടോ. 500 നേപ്പാൾ റുപ്പീസിന് ഇതേപോലത്തെ ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹോട്ടൽ ചെറിയ പൈസയൊക്കെ കിട്ടാന്ന് പറഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ലൊരു സംഭവം. എന്തായാലും ഞാൻ ഒന്ന് പെട്ടെന്ന് പിടിക്കുന്നത്. അധികം കാണാനൊന്നുമില്ല കേട്ടോ. ഇതേപോലത്തെ ഹോട്ടൽസ് ഉണ്ടാവും, പിന്നെ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു മാർക്കറ്റില്ലേ കാണാൻ വേണ്ടി എന്തോ ഒരു രസമാണ്. പക്ഷെ എനിക്ക് അധികം കാണിക്കാമെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചെങ്കിൽ ഈ പനി പിടിച്ചുകൊണ്ട് ശ്വാസം വയ്ക്കുന്നതിന് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ബസ്സിന് സമയമില്ല, ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്തേ ഇല്ല. നടന്നിട്ട് എത്തുമെന്ന് എന്തായാലും അറിയില്ല. എന്തായാലും ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. അത്യാവശ്യം എവിടെ നോക്കിയാലും ഇതേപോലത്തെ നല്ല കച്ചവടക്കാരുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല കാര്യമായ മാർക്കറ്റ്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ വന്നിട്ടാകുമ്പോൾ വിചാരിച്ചു ഇവിടെ ഒരാഴ്ച നിന്നിട്ട് പോകാമെന്ന്. ലാസ്റ്റ് ഇയർ മീൻസ് ഒരു 2-3 ഇയേഴ്സിന് മുൻപ് ലാസ്റ്റ് ടൈം വന്നിട്ടാകുമ്പോൾ. ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല. ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ എന്തായാലും നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്ന കേട്ടോ ബസ് സ്റ്റേഷന് അധികം ദൂരമൊന്നും ഉണ്ടായിട്ടാ. ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലത്തുനിന്ന് ഒരു 15 അല്ലെങ്കിൽ 10 മിനിറ്റ് ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ നടന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചെങ്കിൽ എനിക്ക് നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു സിറ്റുവേഷൻ വെച്ചെങ്കിൽ പനി ഓടിച്ചുകൊണ്ടെന്തോ നല്ലപോലെ എന്തോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ബസ്സിൽ കയറിയിട്ട് കാണാം കേട്ടോ. 11 മണിക്ക് എടുക്കേണ്ട ബസ് കേട്ടോ, ഇതുവരെ എടുത്തില്ല. അത്യാവശ്യം നല്ല ചൂടടിക്കാൻ തുടങ്ങി കേട്ടോ. ആയിട്ട് ജാക്കറ്റ് എന്ന് പറയുന്നത് -10 ഡിഗ്രീൻ്റെ അല്ലേ, അതുകൊണ്ടായിരിക്കാം എന്തോ ഭാഗ്യം എൻ്റെ ലഗേജ് ബസ്സിനുള്ളിൽ തന്നെ വെച്ചിട്ടില്ലാന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയും നല്ലോണം മീൻസ് സ്വൈറ്റിങ് ഇട്ടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഊരിയിട്ട് ബാഗിനുള്ളിൽ വെക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നുള്ളത്. അത്യാവശ്യം ബസ്സും ടാക്സിയും കാര്യമെല്ലാം ഉള്ളൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ ഇത്. ഇവിടത്തേക്ക് ഞാൻ ഒരിക്കലും സുമോയിൽ അല്ലെങ്കിൽ കാറിൽ വരാൻ വേണ്ടി ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കേട്ടോ വരുന്നത്.
പോയി മൊത്തം. ബസ്സിലാണെങ്കിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇപ്പോൾ സമയം നേർന്ന് 2:20 കേട്ടോ. ബസ്സൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പനി പിടിച്ചുകൊണ്ട് എന്ത് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് മുട്ടുന്നത്. അങ്ങനെ ചിപ്സും ആപ്പിളും അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടുള്ളത്. ഈ ഒരു ഏരിയയിലില്ല കാണാൻ വേണ്ടിയിട്ടായിട്ടൊന്നുമില്ല, ഈ ബസ്സിലെ വരുന്നതുകൊണ്ടാണ്. പക്ഷേ മൊത്തം ഓഫ് റോഡും പിന്നെ അതേപോലെ നല്ല തണുത്ത പൊടി എന്ന് പറഞ്ഞ കാറ്റില്ലേ, അതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിട്ടാ. ഒന്നാമത് പനി പിടിച്ചോണ്ട് കേട്ടോ. ഈ ബസ് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് എടുത്തു കഴിഞ്ഞെങ്കിൽ പോക്കറ ഒരു 7 മണി 8 മണിയാകുമ്പോൾ എത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത ബസ് കിട്ടുമോയെന്നറിയില്ല, ഇവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി പോക്കറത്തിൽ നോക്കാം എന്ത് കഥയെന്ന്. സമയം നേർന്ന് 7:50 കേട്ടോ. ഞാൻ പോക്കറ ടൗണിലേക്ക് എത്തി. ഇപ്പോൾ എത്തിയതേ ഇല്ല ബസ്സിൻ്റെ സീറ്റൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ കാല് നല്ല പണി കിട്ടി. എന്താ വെച്ചാൽ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കണ്ടാവുന്നതിന്. ഇതാണ് ബസ് സ്റ്റാൻഡ്. നല്ല അതിൽ കാണാൻ ചാൻസ് ഇല്ല, ഹിറ്റായതുകൊണ്ട്. നല്ല രസമുള്ളൊരു സിറ്റാട്ടോ ഈ പോക്കറ എന്ന് പറയുന്നത്. ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബിരിയാണീൻ്റെ ഷോപ്പ് കണ്ടിന്. ഷോപ്പ് വെച്ചെങ്കിൽ ഒരു ബിരിയാണി ചെമ്പ് കണ്ടിന്. അത് വരുന്നിട്ട് പോയി. ഏത് സൈഡ് കണ്ടെന്നൊരു പിടുത്തമില്ല. മാൻ അതാടെ. അപ്പോൾ ഒന്ന് ബിരിയാണി കഴിക്കാനിരിക്കട്ടെ. ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബിരിയാണി കഴിക്കണമെന്ന്. ഏത് ബിരിയാണി ഒന്നുമല്ല, കണ്ടിട്ട് മുറാദാബാദി ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ്. എന്നാലും പോയിട്ട് നോക്കാം എന്തൊക്കെ അതേന്ന്. ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലില്ല, അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വാഷ്റൂമിൽ നിന്ന് ഇതാക്കാൻ വന്ന്. അത്യാവശ്യം വൃത്തിയൊന്നുമില്ലാത്ത വാഷ്റൂമാണ്. ഇത് ട്രാവൽ ചെയ്യുമ്പോഴല്ല നമ്മൾ ഇതൊന്നും നോക്കാൻ പാടില്ല കേട്ടോ. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചെങ്കിൽ അധികാർക്കും ഡൈജസ്റ്റ് ആയില്ല ഓരോ ബാത്റൂമും കാര്യമെല്ലാം കാണിക്കുമ്പോൾ. ഈ വരുന്ന വഴിക്ക് ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായിരുന്നു. പച്ചക്കറി മാർക്കറ്റ് നമ്മുടെ നാട്ടിലായാലും ഏത് സ്ഥലത്തായാലും എന്തോ ഒരു രസമാണ് കേട്ടോ കാണുമ്പോൾ. മാർക്കറ്റും കാര്യമെല്ലാം ക്ലോസ് ആവാൻ പോവുക. ഞാൻ വിചാരിക്കുന്നില്ല റൂം എടുക്കുന്നതിന് പകരം ഏതെങ്കിലും പീടിൻ്റെ മുമ്പിൽ എൻ്റെ ആ നിലത്ത് പിരിക്കുന്ന സാധനമല്ലേ അത് പിരിച്ചിട്ട് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നത്. കണ്ടെടുത്തേക്ക് വലിയ ചോരയൊന്നുമില്ലാതെ തോന്നുന്നു. ആരെങ്കിലും രാത്രി ഇവിടെ നിൽക്കുന്നത് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റീനോടൊന്ന് പെർമിഷൻ ചോദിച്ചാൽ മതിയല്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ ഹോട്ടൽ വരുന്നത് ആ കാണുന്ന ലാസ്റ്റിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. ഷോപ്പും കാര്യമെല്ലാം അടച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ കയറി കിടന്നാൽ മതി. എൻ്റെ പ്ലാൻ എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഇവിടെ കിടക്കാണ്. എന്തായാലും നോക്കട്ടെ, ഭക്ഷണത്തിൻ്റെ അങ്ങോട്ടേക്ക് വിടാദ്യം. ഫൈനലി അത്രയേറെ കാത്തുന്ന ഭക്ഷണം ഇതാ എൻ്റെ മുമ്പിൽ. മുറാദാബാദ് ബിരിയാണിയാണ്. അത്യാവശ്യം നല്ല സാധനം കേട്ടോ ഈ മുറാദാബാദ് ബിരിയാണി പറയുന്നത്. ഇത് ഉത്തർപ്രദേശിലത്തെ ആൾക്കാരുടെ ഷോപ്പ് കേട്ടോ. എനിക്ക് ഈ പനി പിടിച്ചിട്ടില്ല, ഒന്നും തിരിയുന്നില്ല, എന്ത് സംസാരിക്കുന്നത് ചെയ്യുന്നതെന്ന്. ഹോട്ടൽ എന്ന് പറയുന്നത് വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ, ആസ് എക്സ്പെക്റ്റഡ്. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരു സീനില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ച മനുഷ്യനാണ്. ഞാൻ ഇത് എന്തുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത് വെച്ചെങ്കിൽ മേ ബി ഹൈജീൻ എന്ന് പറയുന്നത് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാലും എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ഇതാ എൻ്റെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ തന്നെ സിഗരറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയത് ഞാനാണ്. ഈ ടിഷ്യൂൻ്റെ ഇതുണ്ടോ, ഞാൻ കാണുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച്. ഈ ബിരിയാണിക്ക് വരുന്നത് 260 നേപ്പാൾ റുപ്യാണ്. അതായത് ഭക്ഷണത്തിന് മുമ്പിൽ വെച്ചിട്ട് അധികം വീഡിയോയിൽ കളിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് ഷോപ്പ്. ഇനി ഇവിടുന്ന് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാലും മതിയാവും. ഇത് മെയിൻ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലീസ് ചൊരാക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചെങ്കിൽ ആടെ സൈഡിലായിട്ട് പോലീസിൻ്റെ തന്നെ ഒരു സെൻറ്റർ ഉണ്ട്, അവരോട് പോയി ചോദിച്ചു നോക്കാന്ന് രാവിലെ വരെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുമെന്ന്. എന്തായാലും നോക്കി നോക്കുന്നുണ്ട് കഥയെന്ന്. പോലീസ് ഉണ്ടാകുന്ന സ്ഥലത്തിന് അങ്ങോട്ടേക്ക് നടന്നട്ടോ. പോലീസിനെ കണ്ടിട്ടാ ഇപ്പോൾ ഈ ഒരു പഴയ ഒരു പെട്രോൾ പമ്പ് കണക്കത്തെ കാണുന്നുണ്ട് ബസ്സിൻ്റെ അടിയിലായിട്ട്. ഈ ഒരു ടെൻ്റ് അധികാരം ഇവിടെ ശ്രദ്ധിക്കാൻ ചാൻസ് കുറവാണ്. ആരെങ്കിലും കണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ ചാൻസ് ഉണ്ട്. ആട്ടിപ്പായിച്ചില്ല എങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ വ്ളോഗ് എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചെങ്കിലേ മുഖത്ത് ടോർച്ച് അടിച്ചിട്ട് പിടിക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിലേ സിറ്റിയിൽ കുറച്ച് ചോറയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.